ഹലോ ഗൈസ്, അപ്പോൾ ഇന്നെൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ കസിൻ്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടുന്ന് തലേദിവസം എല്ലാവരും കൂടെ പോയി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമായിരുന്നു കല്യാണം. അപ്പോൾ ഇതാണ് കല്യാണ ചെക്കൻ്റെ റൂം. ഇത് അവിടുത്തെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ, ബ്ലൂഫി എന്നാണ് അവളുടെ പേര്. അപ്പോൾ എല്ലാവരും തന്നെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. തലേദിവസം നമ്മൾ ട്രാവലർ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ ഇങ്ങ് എത്തി. അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും ട്രാവലർ വന്നു. നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ട്രാവലർ. നമ്മൾ കഴിക്കാനുള്ള ഫുഡൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം വണ്ടിയിൽ കയറ്റി നമ്മളൊരു 3-3:30 അല്ല 3:30 കേട്ടോ, 3:30 പോകുന്നെന്ന് പറഞ്ഞിട്ട് ഒരു 6:30 ആയിട്ടാണ് നമ്മളിവിടെ പോയത്. അങ്ങനെ 6:30 നമ്മൾ പോയി. ഒരു 10-11 ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് പാട്ടൊക്കെ ഇട്ട് എല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് അടിച്ചു പൊളിച്ചാണ് പോണത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ഹോട്ടലിൽ റൂമിലെത്തി. അങ്ങനെ ഇന്ന് നമ്മൾ ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം തീരണ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി കസിൻസ് എല്ലാവരും കൂടെ അവിടേക്ക് ഒന്ന് ചുറ്റിക്കണ്ട് നല്ല രസമുണ്ടായിരുന്നില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പോകാൻ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ രാത്രി അവിടെ ഇവിടെയൊക്കെ നോക്കി അമ്പലമൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്ന് കിടന്നുറങ്ങി. രാവിലെ നേരത്തെ തന്നെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. ഒരു 2:30-3 മണിയായപ്പോൾ തന്നെ എണീറ്റ് റെഡി ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കുളിച്ചൊക്കെ റെഡി ആവണ്ടേ. അങ്ങനെ നമ്മൾ റെഡിയായിയൊക്കെ കഴിഞ്ഞു. ഇവിടെ നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി. അങ്ങനെ അമ്പലത്തിൽ ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ അന്ന്. അപ്പം അന്ന് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്തു. പോണ വഴിക്ക് മസാല ദോശ കഴിച്ച് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള ചേട്ടാ, ബൈ ബൈ.